ഈ മാസം മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വഫാത്തായ മാസം കൂടിയാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ മാസം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമായിരുന്നു. ശൈഖ് ജീലാനി തങ്ങൾ ഇത്രയും വലിയ സ്ഥാനത്ത് എത്തിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഉന്നത സ്ഥാനത്ത് എത്തിച്ചത് അൽ അഖ്താബുൽ അർബഅ, ആത്മീയ രംഗത്ത് അറിയപ്പെടുന്ന 4 പ്രമുഖരിൽ മെമ്പറാവാൻ റിഫായി ശൈഖ് തങ്ങൾക്ക് കഴിഞ്ഞത് യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. വല്ലാതെ സ്നേഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതുകൊണ്ടാണല്ലോ മദീനയിൽ ചെന്ന് മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുന്ന് പറഞ്ഞല്ലോ, ഫീ ഹാലത്തിൽ ബുഇദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചെന്നുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൈനീട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. ചെറുപ്പകാലത്ത് മുത്തുനബിയെ സ്നേഹിച്ചിട്ടുണ്ട്, ചെറുപ്പം മുതലേ മുത്തുനബിയെ മനസ്സിലാക്കിയിട്ടുണ്ട്, ആത്മീയ രംഗത്തേക്ക് ചെറുപ്പകാലം മുതൽക്കേ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മറ്റുള്ള ആത്മാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ചെറുപ്പം മുതലേ കറാമത്ത് കാണിച്ച മഹാനാണ്. മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ കാലത്ത് ജീവിച്ച മഹാനാണ്. ശൈഖ് ജീലാനി തങ്ങൾ പ്രസവിക്കപ്പെടുന്നത് ഹിജറ 470-ലാണെങ്കിൽ അവിടുന്ന് വഫാത്താകുന്നത് 561-ലാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെടുന്നത് 500-ന് ശേഷമാണ്. 512-ലാണെന്നും 22-ലാണെന്നും അഭിപ്രായമുണ്ട്. ശൈഖ് ജീലാനി തങ്ങൾ അതേ കാലത്ത് തന്നെയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. ചെറുപ്പകാലം മുതൽക്കേ അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ്, കറാമത്ത് കാണിച്ച മഹാനാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ശൈഖ് ജീലാനി തങ്ങളോടൊത്ത് ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുടിക്കാനുള്ള ശുദ്ധവെള്ളം തീർന്നുപോയി. ശൈഖ് ജീലാനി തങ്ങൾ നേതൃത്വം നൽകുന്ന യാത്രയായിരുന്നു. റിഫായി ശൈഖ് തങ്ങൾ ആ യാത്രയിലുണ്ട്. പക്ഷേ കുട്ടിയാണ്, പ്രായപൂർത്തിയെത്താത്ത കുട്ടിയാണ്. റിഫായി ശൈഖ് തങ്ങളെ മഹത്വം ആർക്കും അറിയില്ല. ഭാവിയിൽ വലിയ മഹാനാകുമെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ തന്നെ വലിയ മഹത്വമുണ്ട് എന്ന് ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾ വെള്ളമില്ലാതെ, കുടിക്കാൻ ശുദ്ധമായ വെള്ളമില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ശൈഖ് ജീലാനി തങ്ങൾ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ശൈഖ് ജീലാനി തങ്ങൾ ഉപ്പുരുചിയുള്ള വെള്ളം ശുദ്ധമായ വെള്ളമാക്കി തരാൻ വേണ്ടിയാണ് ആളുകൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ശൈഖ് ജീലാനി തങ്ങൾക്ക് അതിന് കഴിയും. ശൈഖ് ജീലാനി തങ്ങൾ അത് ഉപ്പുരുചിയുള്ള വെള്ളം ശുദ്ധമായ വെള്ളമാക്കി കൊടുക്കാതെ, നമ്മുടെ യാത്രയിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശൈഖ് ജീലാനി തങ്ങൾ അവരോട് പറയുന്നു, അങ്ങകലെ ഇരിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ അവരെല്ലാം തേടി കബീറോട് ഉപ്പ് നീർ നൽ തണ്ണീർ ആക്കി കൊടുത്തോവർ. ശൈഖ് ജീലാനി തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ ആളുകളും കൂടി അതേ കുട്ടിയായ റിഫായി ശൈഖ് തങ്ങൾ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഉപ്പ് രുചിയുള്ള വെള്ളം ശുദ്ധമായ വെള്ളമാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കറാമത്ത് മുഖേന ഉപ്പ് രുചിയുള്ള വെള്ളം കുടിക്കാൻ പാകമാകുന്ന രൂപത്തിൽ ശുദ്ധിയുള്ള വെള്ളമാക്കി കൊടുത്തു എന്ന് അതേ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടിയാകുന്ന സമയത്ത് തന്നെ അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് മഹാനായ സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ റിഫായി ശൈഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് ചെയ്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് സ്നേഹം ഊട്ടി ഉറപ്പിച്ച് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ ഫംദുദ് യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി, മുത്തുനബിയോട് കൈനീട്ടാൻ ആവശ്യപ്പെടുന്നു.
ആവശ്യപ്പെടുന്ന സമയത്ത് മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ചുംബിക്കാൻ പാകമാകുന്ന രൂപത്തിൽ, മുസാഫഹത്ത് ചെയ്യാൻ പാകമാകുന്ന രൂപത്തിൽ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളയിൽ നിന്ന് അതാ കൈ കാണിക്കുന്നു. മദീന പ്രകാശിതമാകുന്നു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പൂതി തീരുന്നത് വരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈ ചുംബിക്കുന്നു. ആയിരങ്ങൾ ഈ സംഭവത്തിന് സാക്ഷിയാണ്. പക്ഷേ ഇത് റിഫായി ശൈഖ് തങ്ങൾ നേടിയെടുത്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വലിയ അടുപ്പമാണ്. അപ്പൊ ആഖിറത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, വീട്ടിൽ ബർക്കത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അപകടത്തിൽ നിന്ന് സലാമത്ത് കിട്ടാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സിട്ടാവും അവന്റെ മലക്കുകളായിരിക്കുന്ന സിറ്റികളായ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. മഹാനായ അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു ഇതിന്റെ വിശദീകരണം നൽകുന്നത് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതായി കാണാം. അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖായ അല്ലാഹ്, ജഗനിയന്താവായ അല്ലാഹ്, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളുടെ മുന്നിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ഹ് പറയുന്നു. എന്നിട്ട് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് ഈമാനുള്ളവരെ നിങ്ങൾ മുത്തുനബിയുടെ മദ്ഹ് പറയണം. മുത്തുനബിയുടെ മദ്ഹ് പറയാൻ വേണ്ടി, മുത്തുനബിയെ പുകഴ്ത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലൂടെ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീട്ടിൽ വിപുലമായിട്ട് തന്നെ ബുറുദയുടെ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. ഇത് മുഖേന ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു തആല നമ്മെ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ദുആ ചെയ്യുകയാണ്. ഈ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. മുതഅല്ലിമായി പഠിക്കുന്ന സമയത്താണ് മരണപ്പെട്ടു പോയത്. മുതഅല്ലിമായി മരിക്കുന്ന വ്യക്തികൾക്ക് ശുഹദാക്കളുടെ പ്രതിഫലമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ശുഹദാക്കളുടെ പദവി ലഭിക്കുന്ന മുതഅല്ലിമീങ്ങളിൽ മക്കൾ അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. മക്കൾ മരണപ്പെടുന്നത് പരീക്ഷണമാണ്. നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ഇഖ്ലാസ് പോലെ തന്നെ യാസീൻ അവർക്കുള്ള ഖുർആൻ പാരായണമാണ്, അവർക്കുള്ള ഇത്ആമുകളാണ്, അവർക്ക് വേണ്ടിയുള്ള സ്വതക്കകളാണ്. നാം ഏത് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും അതിന്റെ സവാബ് പ്രതിഫലം മരണപ്പെട്ടു പോയവർക്ക് എത്തിക്കാൻ വേണ്ടി നാം മനസ്സിൽ കരുതണം. നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണ്, ഒരു സൽക്കാരം നടക്കുകയാണ് എങ്കിലും നാം മനസ്സിൽ കരുതണം, ഞാൻ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പ്രതിഫലം എന്റെ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിക്കണം, എന്റെ മരണപ്പെട്ടു പോയ ഉമ്മാന്റെ ഖബറിലേക്ക് എത്തിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി നാം ജീവിതകാലം മുഴുവനും നമ്മുടെ സൽക്കർമ്മങ്ങളുടെ തുല്യമായിരിക്കുന്ന പ്രതിഫലം അവർക്ക് വേണ്ടി ഹദിയ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നാം നിറവേറ്റിയവരാകും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാധ്യതയുള്ളത് മാതാപിതാക്കളോടാണ്. പല ആളുകൾക്കും ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് ഖിദ്മ ചെയ്യാൻ സാധിക്കാറില്ല. മരണപ്പെടുന്ന സമയത്ത് ചില ആളുകൾ പരാതി പറയാറുണ്ട്, ഉസ്താദേ, ഞാൻ എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് വേണ്ട ഖിദ്മകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഉപ്പ മരിക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. പക്ഷെ അതിനൊരു പരിഹാരമെന്നോണം പണ്ഡിതന്മാര് പറയുന്നു, മരണപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഹദിയ ചെയ്താൽ, സ്വതക്ക ചെയ്തുകൊണ്ട് നാം അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ, പാവങ്ങൾക്ക് അല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നാം അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ, ഒരു നിലക്ക് മാതാപിതാക്കളോട് അനാദരവ് ബാധ്യതകൾ നിറവേറ്റാത്തവരാണെങ്കിൽ തന്നെയും അത് ഇതിന് പരിഹാരമാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയതായി കാണാം.
മാതാപിതാക്കൾക്ക് വേണ്ട സേവനങ്ങൾ, ഹിദമകൾ നാം ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി, ഒരു മനുഷ്യനിൽ 3 കാര്യം ഉണ്ടായാൽ സഹലല്ലാഹു ഹത്ഫഹു, അവന്റെ മരണം അല്ലാഹു തആല എളുപ്പമാക്കുന്ന. അതിൽപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് വശഫഖത്തുൻ അലൽ വാലിദൈന, മാതാപിതാക്കളുടെ വാത്സല്യം ഉണ്ടാവുക, മാതാപിതാക്കളുടെ സ്നേഹത്തോടെ സംസാരിക്കുക, മാതാപിതാക്കളോട് വളരെ ലോലമായ രൂപത്തിൽ സംസാരിക്കുക, ശകാരിക്കാതിരിക്കുക, ഒച്ച വെക്കാതിരിക്കുക, വാത്സല്യം കാണിക്കുക, സ്നേഹം കാണിക്കുക. എങ്കിൽ അവനിക്ക് മരിക്കുന്ന സമയത്ത് വളരെ നല്ല രൂപത്തിൽ മരിക്കാൻ സാധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, 3 ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് വൽ ആഖുലിൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ. മാതാപിതാക്കളെ ഒരു നിലക്കും സംസാരം കൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, നമുക്ക് ജന്മം നൽകാൻ കാരണക്കാരനായ ഉമ്മയെയും ഉപ്പയെയും നാം ഒരിക്കലും വെറുപ്പിക്കരുത്. അവരോട് നാം ഉച്ചത്തിൽ സംസാരിക്കരുത്. എങ്കിൽ മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ സ്വർഗം വരെ അവനിക്ക് ഹറാമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.